കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന വി സജൻ ചേരുന്നുണ്ട്. സജന, യൂത്ത് കോൺഗ്രസിനുണ്ടാക്കിയിരിക്കുന്ന നാണക്കേട് എന്താണെന്ന് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം കോൺഗ്രസ് എത്രത്തോളം പ്രതിസന്ധിയിലായിട്ടുണ്ടെന്ന് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, പ്രവർത്തകർ എല്ലാവരും ആവശ്യപ്പെട്ടതും എല്ലാവരുടെ അഭിപ്രായങ്ങളും കണ്ടതാണ്. അപ്പോഴൊക്കെ ഉയർന്നിരുന്നത് പരാതി എവിടെ എന്നൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൽ പിടിച്ചായിരുന്നു ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ ആളുകളും നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ അതിജീവിതയ്ക്ക് ആ ബലം, ആ ശക്തി, ആ എനർജിയിൽ അവരത് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നു. അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിയമ പോരാട്ടത്തിന് ആ അവസ്ഥയിൽ നിന്ന് കടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ കാണണം. അതിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും പരാതി കൈകാര്യം ചെയ്യപ്പെടുക? ഒപ്പം തന്നെ കോൺഗ്രസ് എന്ത് നിലപാട് ഇനിയെടുക്കും? കോൺഗ്രസ് ഇതുവരെയും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇതുവരെയും രാഹുലിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ആദ്യമേ ഉയർന്നപ്പോൾ തന്നെ വളരെ മാതൃകാപരമായൊരു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെ സസ്പെൻഷനിലാക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ആര് പോയി എന്നുള്ളതാണ്. സസ്പെൻഷനിലായ ഒരാൾ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട രീതിയാണോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നത്? ഇത്ര കാലമായിട്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടാകില്ല നടപടിയെടുത്ത ഒരാൾ കോൺഗ്രസിന്റെ വേദികളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിലും വരെ രാഹുലുണ്ട്. രാഹുൽ ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല. അതെ, ഇതിനകത്ത് പറയുന്നത് DCC, പാലക്കാട് DCC ആണ് ഇതിന് വ്യക്തമായൊരു വിശദീകരണം നൽകേണ്ടത്. കാരണം ഇതുപോലെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്ന ഒരാളെ ഇത്രയും പ്രാധാന്യമേറിയ ഒരു വിഷയത്തിലാണെന്നത് കൂടെ പാലക്കാട് DCC ഓർക്കേണ്ടതായിരുന്നു. അതുപോലൊരു ജില്ലയിൽ, അതും BJPയിൽ CPMന്റെയും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ജില്ലയിൽ രാഹുലിനെ പോലൊരു ആരോപണ വിധേയനെ പിടിച്ച് ഓരോ പാർട്ടി തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അതിനുള്ള മറുപടി പറയേണ്ടുന്നതും ഇപ്പോ ഈ ഒരു പരാതി യുവതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇതിന് വിശദീകരണം നൽകേണ്ടത് പാലക്കാട് DCC ആണ്. കാരണം നേതൃത്വം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് പോലും ആ ഒരു നടപടിക്ക് പോലും വില കൊടുക്കാതെയാണ് രാഹുൽ, പാലക്കാട് DCCയിലുള്ളവരും ചേർന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ സ്ത്രീ വിഷയങ്ങളിൽ, സ്ത്രീപക്ഷ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു പേരുദോഷം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുത്തതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് എന്നേക്കാൾ നന്നായിട്ട് താങ്കൾക്കറിയാം. അപ്പം ആ രീതിയിൽ കോൺഗ്രസ് അതിനെ ഗൗരവമായി പരിഗണിക്കേണ്ടതല്ലായിരുന്നോ? ഇന്നലത്തെ K സുധാകരന്റെ പ്രതികരണം ഉൾപ്പെടെ അത് എത്ര ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പല ചാനലുകളിലും. കാര്യം KC വേണുഗോപാലും VD സതീശനും പോലുള്ളവർ, അവരാണ് ഇപ്പോൾ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. K സുധാകരൻ ശരിയാണ്, പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായ നിലപാടുകൾ മാത്രം. പാർട്ടിയുടേതായ നിലപാട് എന്താണ്? രാഹുൽ ഈ പ്രസ്ഥാനത്തിലല്ല ഇപ്പോൾ. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട KC വേണുഗോപാലും ബഹുമാനപ്പെട്ട VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം മറ്റൊരു നേതാവിന്റെ പ്രതികരണത്തിൽ പാലക്കാട് DCCക്ക് നിർദ്ദേശം കൊടുക്കാമല്ലോ, പാലക്കാട് DCCയെ ഉപദേശിക്കാമല്ലോ, പാലക്കാട് DCCയോട് ഇതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താമല്ലോ. അവർക്ക് ഇതുവരെ നേരം പുലർന്നില്ലെങ്കിൽ അവർക്ക് കുറച്ച് വെളിച്ചം കാണിക്കാമല്ലോ KPCCക്ക്. അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഒരുപക്ഷെ ഈ നേരം വെളുക്കാതിരുന്നവർക്ക് ഒരുപക്ഷെ ഇനി KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അച്ചടക്ക നടപടി നേരിടുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, വളരെ നന്ദി സജന വി സാജൻ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതിയിൽ ADGP മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുമെന്ന് അറിയുന്നു. ADGP H വെങ്കടേഷ് അവിടെ എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ആരൊക്കെയായിരിക്കും? എങ്ങനെയാണ് ആദ്യപടി? അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിലുള്ള പ്രാഥമികമായ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ നിലവിൽ ഒരു DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്നത്. പക്ഷേ ഈ പരാതി നേരത്തെ ഉണ്ടായിരുന്ന പരാതികൾ പോലെയല്ല, അതീവ ഗുരുതരമായ പരാതിയാണ്. വളരെ ഗൗരവമുള്ള പരാതികളാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങി നിരവധി ആരോപണങ്ങളാണ്, നിരവധി കുറ്റങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഗൗരവമുള്ള കേസാണ്. വലിയ വകുപ്പുകൾ ചേർത്ത് തന്നെ
സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടി പരാതി നൽകിയതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥ അടക്കമുള്ളവരായിരിക്കും ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നാണ് വിവരം. എന്തായാലും ADGP H. വെങ്കടേഷുമായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസാരിക്കുന്നുണ്ട്. H. വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. നിലവിലെ അന്വേഷണ സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മാത്രമാണ്. കുറെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നതരായ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വിപുലീകരിച്ചേക്കും. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ സമ്മർദ്ദങ്ങൾ ഇനി പെൺകുട്ടിക്ക് മേൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പല ഘട്ടങ്ങളിൽ ഈ പെൺകുട്ടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ചില ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു വന്നപ്പോഴും പെൺകുട്ടിക്ക് മേൽ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ടാവുകയും പെൺകുട്ടി പരാതിയിൽ നിന്ന് ഉറച്ചു നിൽക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതായത് പിന്നീട് പെൺകുട്ടി പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആ സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലൊരു നീക്കം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് പെൺകുട്ടി വഴിപ്പെടാൻ പാടില്ല. അത്തരമൊരു സമ്മർദ്ദം പെൺകുട്ടിയുടെ മേൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ കഴിയുമോ എന്നുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വന്നിരിക്കുന്ന പരാതിയിൽ പോലും ഒരു തരത്തിലുമുള്ള വീഴ്ചയ്ക്ക് സർക്കാരും തയ്യാറാകില്ല. കാരണം അത്രയധികം സപ്പോർട്ടായിരുന്നു നേരത്തെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിക്ക് നൽകിയിരുന്നത്. ഇത്തരത്തിലുള്ള കേസുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു അറസ്റ്റിലേക്കുള്ള ദൂരം എത്രയാണ് എന്നതുകൂടി ആലോചിക്കേണ്ടതില്ലേ?